എല്ലാവർക്കും ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് പ്രത്യേകം സ്വാഗതം അറിയിക്കുന്നു. എല്ലാവരുടെയും സഹകരണത്തിന് വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ അതിനെ കേൾക്കുന്നു, അതിനെ അറിയുന്നു. നമുക്ക് പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ആളുകളായിരിക്കും, എന്നാലും അവർ നേരിട്ട് കാണുന്ന സമയത്ത് ഭാഗവതം കേൾക്കാറുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അത് അവരിലേക്ക് എത്തിയല്ലോ എന്നുള്ളൊരു സമാധാനം, സന്തോഷം തോന്നാറുണ്ട് എന്നാണ്. എപ്പോഴാണ് ഇത് ഒരിക്കലും നശിക്കാത്തതാണ്. അതായത് നമ്മൾക്ക് കൊടുക്കും തോറും വർദ്ധിക്കുന്നതാണ് വിദ്യ എന്നുള്ളത്. നമ്മൾക്ക് നഷ്ടം വരുന്നില്ല, കേൾക്കുന്നവർക്ക് ലാഭം ഉണ്ടാവുകയും ചെയ്യും. എത്ര കണ്ട് നമ്മൾ കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കതുകൊണ്ട് ലാഭമേ ഉണ്ടാവുള്ളൂ. കേൾക്കുന്നവർക്കും ലാഭം ഉണ്ടാവും, ചോദിക്കുന്നവർക്കും ലാഭം ഉണ്ടാവും. ആത്മീയമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും അങ്ങനെയാണ്. അതായത് ഗംഗാജലം പോലെ എന്നാണ് പറയുന്നത്. ഗംഗയെക്കുറിച്ച് പറയുന്നവർക്കും ഗംഗയിൽ സ്നാനം ചെയ്യുന്നവർക്കും അതിലത്തെ ആ ഗംഗാതീർത്ഥം അത് സേവിക്കുന്നവർക്കും ഒരേ ഫലം ഉണ്ടാവും. അതേപോലെയാണ് ഈ ഭഗവാന്റെ ഈ കഥകൾ. ആത്മീയമായ കാര്യങ്ങൾ ചോദിക്കുന്നവരെയും പറയുന്നവരെയും കേൾക്കുന്നവരെയും ശുദ്ധീകരിക്കുന്നു എന്നാണ്. എന്തായാലും അതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. നമ്മൾക്ക് അടുത്ത എപ്പിസോഡ്, അടുത്ത ഭാഗം നമ്മൾക്ക് തുടങ്ങാം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദ് ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാര്യമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം. അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം. തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധം 7-ാമത്തെ അധ്യായം 41-ാമത്തെ ശ്ലോകം മുതൽക്കാണ് നമ്മൾ ഇനി ഇവിടെ വായിക്കാനായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഹരേ കൃഷ്ണ. അഥോപേത്യ സ്വശിബിരം ഗോവിന്ദപ്രിയസാരഥി നവേദയൽത്തം പ്രയായൈ അശോചന്ത്യ ആത്മജാൻ ഹതാൻ. അഥ ഉപേത്യ സ്വശിബിരം ഗോവിന്ദപ്രിയസാരഥി പ്രിയസാരഥി നവേദയൽ തം പ്രിയായൈ ശോചന്ത്യ ആത്മജാൻ ഹതാൻ. അതായത് ആ കൂടാരത്തിൽ, അതായത് യുദ്ധം ചെയ്യുന്ന ആ പടകുടീരത്തിലേക്ക് എത്തിച്ചേർന്ന്
സ്വന്തം ശിബിരത്തിലേക്ക് എത്തിച്ചേർന്നു അർജുനൻ. എന്നിട്ട് ഭഗവാൻ ആരാണ്? ഗോവിന്ദപ്രിയ സാരഥി, അതായത് ഗോവിന്ദനാകുന്ന സാരഥിയോട് കൂടിയിട്ടുള്ള അർജുനൻ എന്നാണ് പറയുന്നത്. അതായത് പാർത്ഥൻ്റെ സാരഥിയായിട്ടുള്ള ഭഗവാൻ. അപ്പോൾ ഭഗവാനും അർജുനനും ഒന്നിച്ചു ചേർന്നിട്ടാണ് ഈ തേരിൽ അശ്വത്ഥാമാവിനെ കൊണ്ടുവരുന്നത്, പിടിച്ചു കെട്ടി കൊണ്ടുവരുന്നത്. എന്നിട്ട് നവേദയിൽ തം പ്രിയായി, പാഞ്ചാലിയോട് പ്രതിനിധിൻ്റെ അർജുനൻ, ആ അർജുനൻ പാഞ്ചാലിയുടെ മുമ്പിലേക്ക് ഈ അശ്വത്ഥാമാവിനെ കൊണ്ടുവന്ന് കൊടുത്തു. അതോ കയറുകൊണ്ട് കെട്ടി വരുന്നിട്ടൊക്കെയാണ്, മൃഗങ്ങളെ കൊണ്ടുവരുന്നത് പോലെയാണ് കൊണ്ടുവന്ന് കൊടുത്തത് എന്നാണ്. ചോരന്ത്യ ആത്മജാൻ ഹതാൻ, തൻ്റെ കുട്ടികളെ നഷ്ടപ്പെട്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്ന പാഞ്ചാലിയുടെ മുമ്പിലേക്ക് ആണ് അശ്വത്ഥാമാവിനെ കൊണ്ടുവന്ന് കൊടുത്തത് അർജുനൻ എന്നാണ്. ഇവിടെ അർജുനനും ഭഗവാനും തമ്മിലുള്ള പ്രത്യേക ബന്ധം എന്താണ്? അത്രയും ഉറ്റ സുഹൃത്തുക്കളാണ് അർജുനനും ഭഗവാനും എന്നുള്ളത് കൊണ്ടാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, അർജുന ത്വമേ ഭൃത്യ സുഹൃൽ സഖ പ്രിയതമോമേ, ഏറ്റവും പ്രിയപ്പെട്ട ആൾ അർജുന, എനിക്ക് പ്രിയപ്പെട്ട ആൾ ആരാ? അർജുന, നിന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എന്താണോ ഭഗവാൻ ഉദ്ദേശിച്ച കാര്യം അത് അർജുനൻ ചെയ്യണു എന്നുള്ളത് കൊണ്ടാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ട് മാറുന്നത്. എന്തുകൊണ്ട് യുദ്ധത്തിൽ അർജുനൻ മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ കൊടുത്ത സൈന്യങ്ങളെ സ്വീകരിച്ചില്ല? ഭഗവാനെ മാത്രമേ സ്വീകരിച്ചുള്ളൂ, സൈന്യങ്ങളൊക്കെ ദുര്യോധനാണ് കൊടുത്തത്. കാരണം എന്താ? അർജുനനറിയാം ഈ ഭഗവാനാണ് പ്രപഞ്ചം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത്. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും തനിക്ക് പരാജയം ഉണ്ടാവില്ല എന്ന് അർജുനനറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ തന്നെ തൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചത്. ഭഗവാനെ തന്നെ തൻ്റെ സ്വന്തം ഭാഗമായിട്ട് സ്വീകരിക്കാൻ കാരണം അതാണ്. ഭഗവാന്റെ കൂടെ നിന്നു അർജുനൻ, പാണ്ഡവന്മാർ ഭഗവാന്റെ കൂടെ നിന്നു. ഇതേപോലെ നമ്മൾക്ക് ജീവിതത്തിൽ വിജയിക്കണോ, ദുര്യോധനന്മാരെ പോലുള്ളവരുടെ കൂടെ നിൽക്കരുത്. നമ്മൾ കൃഷ്ണൻ്റെ കൂടെ തന്നെ, ഗുരുവായൂരപ്പൻ്റെ കൂടെ തന്നെ നിന്നാൽ നമ്മൾ രക്ഷപ്പെടും എന്നാണ്. ഭഗവാനെ ഭജിക്കുക, ഗുരുവായൂരപ്പനെ ഏറ്റവും വലുതായിട്ട് കാണുക, ഭഗവാനെ വിശ്വസിക്കുക, ഭഗവാനെ ഭജിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശരണാഗതി പ്രാപിക്കുക. അങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെടാതിരിക്കില്ല. കാരണം 10,000 പേര് നമ്മളുടെ കൂടെ ഉണ്ടായിട്ടും പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. ഭഗവാന്റെ അനുഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഒരു 10,000 പേര് നമ്മൾക്കെതിരായി നിന്നാലും ഭഗവാൻ കൂടെ ഉണ്ടെങ്കിലോ നമ്മൾ രക്ഷപ്പെടും എന്നാണ്. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് അർജുനൻ എത്തിയത്? ആത്മാർത്ഥമായുള്ള ഭക്തി മാർഗത്തിൽ കൂടെയാണ് അർജുനൻ, സഖ്യഭക്തിയിൽ കൂടെയാണ് അർജുനൻ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായി മാറിയത് എന്നാണ്. 3 സഖാക്കളാണ്, കൂട്ടുകാരനാണ് ഭഗവാനുള്ളത്. ഒന്ന് അർജുനൻ, സുദാമാവ്, ഉദ്ധവൻ. 3 പേരും ഒരേ പ്രഭാവമുള്ളവരാണ്. 3 പേര് 3 തരത്തിലാണെന്ന് മാത്രം. 42ാമത്തെ ശ്ലോകമാണിന്. തഥാഹൃതം പശുവൽപാശബദ്ധം അവാഗ്മുഖം കർമ്മജുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണാപകൃതം ഗുരോസുതം വാമസ്വഭാവ കൃപയാ നനാമശാം. തഥാഹൃതം പശുവൽപാശബദ്ധം അവാങ്മുഖം കർമ്മജുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണാപകൃതം ഗുരോസ്വതം വാമസ്വഭാവ കൃപയാ നനാമചാം. ഇവിടെ തഥാ ആഹൃതം പശുവൽ പാശബദ്ധം അവാങ്മുഖം കർമ്മജുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണ അപകൃതം ഗുരോഃ സുതം വാമസ്വഭാവ കൃപയാ നനാമ ച. പാഞ്ചാലിയുടെ ഭാവം എന്തായിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ദ്രൗപദി അശ്വത്ഥാമാവിനെ കണ്ടു. എങ്ങനെയാണ്? പശുവൽ പാശബദ്ധം, ഒരു മൃഗത്തിനെ പോലെ വരിഞ്ഞ് കെട്ടിക്കൊണ്ടുവന്ന അശ്വത്ഥാമാവിനെ കണ്ടു. അവാങ്മുഖം, തല താഴ്ത്തിക്കൊണ്ട് അശ്വത്ഥാമാവ് നിൽക്കുന്നത്. കാരണം മരണം ഏത് സമയത്തും സംഭവിക്കാം. താൻ ചെയ്തിട്ടുള്ള ആ കർമ്മത്തിൽ പശ്ചാത്തപിച്ചുകൊണ്ടാണ്, ചെല്ലാൻ പാടില്ലാത്ത കർമ്മ ചെയ്തത്, അതുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടാണ് അശ്വത്ഥാമാവ് നിൽക്കുന്നത് എന്നാണ്. ആ അശ്വത്ഥാമാവിനെ കണ്ട സമയത്ത് നിരീക്ഷ്യ കൃഷ്ണ അപകൃതം ഗുരോസ്തുതം,
അതായത് ആ അശ്വത്ഥാമാവിനെ കണ്ട സമയത്ത്, ഗുരുവിൻ്റെ പുത്രനെ കണ്ട സമയത്ത് വാമസ്വഭാവ, നല്ല സൽസ്വഭാവമാണ് പാഞ്ചാലിക്ക്, ദ്രൗപദിക്ക് എന്നാണ്. പാഞ്ചാലി നേരെ മുന്നിൽ വന്നു അശ്വത്ഥാമാവിനെ നമസ്കരിച്ചു എന്നാണ്. ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പാഞ്ചാലിയുടെ സ്വഭാവശുദ്ധിയാണ് ഈ ഇതിൽ കൂടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എന്താണ്? സ്ത്രീയാണ് പാഞ്ചാലി. സ്ത്രീകൾക്ക് സ്വതവേ, ഇന്നത്തെ സ്ത്രീകളല്ല, പണ്ടത്തെ സ്ത്രീകൾക്കൊക്കെ അവർക്കൊരു മൃദുലമായ സ്വഭാവം ഉണ്ടാവും എന്നാണ്. പ്രത്യേകിച്ചും അവർക്ക് വളരെയധികം സ്ത്രീകൾ മിക്കവാറും നല്ല സൽസ്വഭാവമുള്ളവരായിരിക്കും. ദുസ്വഭാവമുള്ള സ്ത്രീകൾ വളരെ കുറവ്. പുരാണ കഥാപാത്രങ്ങളിൽ ദുസ്വഭാവമുള്ള സ്ത്രീകൾ വളരെ കുറവാണ് എന്നാണ്. അവർക്ക് സ്വതവേ സോഫ്റ്റ് ഹാർട്ടഡ്, ഒരു ലളിതമായ ചിന്തകളായിരിക്കും അവർക്ക്, നല്ല മൃദുലമായ മനസ്സായിരിക്കും. അതുകൊണ്ട് എത്ര തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തവരെ അത് മറന്നുകൊണ്ട് അവരെ അംഗീകരിക്കാനും സ്ത്രീകൾക്ക് സാധിക്കാറുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല ഇപ്പോൾ ആത്മീയമായ പരിപാടികൾ ഏറ്റവും കൂടുതൽ ആരാണ് ഉണ്ടാവുക? സ്ത്രീകളാണ് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് ആർഗ്യുമെൻറ്റ് കുറയും സ്ത്രീകൾക്ക്. അപ്പോൾ അവർക്ക് കേട്ടാൽ കേട്ടതുപോലെ വിശ്വസിക്കാനും, ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതേപോലെ വിശ്വസിക്കാനും, എന്നിട്ട് അവർക്ക് പെട്ടെന്ന് അനുഭവത്തിലേക്ക് എത്തിച്ചേരും. ഭഗവാന്റെ അനുഭൂതികളിലേക്ക് എത്തിച്ചേരാൻ എളുപ്പമുണ്ട് സ്ത്രീകൾക്ക്. കാരണം പല പ്രതിസന്ധികളിൽ കൂടെ വന്ന് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പ്രതിസന്ധികളിൽ കടന്നു വരുമ്പോൾ അവരുടെ മനസ്സ് സ്വതവേ ശുദ്ധമായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് എല്ലാം അംഗീകരിക്കാൻ സാധിക്കുന്നത്. അവർ തിരിച്ചൊന്ന് പറയാതെ ഭഗവാനെ വഹിച്ചോളൂ, അവർ അംഗീകരിക്കും. അത് പുരുഷന്മാരാണെങ്കിൽ കുറച്ച് ആർഗ്യുമെൻറ്റ് ചെയ്യും, പക്ഷേ സ്ത്രീകളാണെങ്കിൽ പറഞ്ഞതുപോലെ അംഗീകരിക്കും. അതുകൊണ്ട് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ, ആത്മീയമായ കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ മുന്നിട്ടിറങ്ങുന്ന സ്ത്രീകളെയാണ് കാണാൻ സാധിക്കുക. സ്വതവേ തന്നെ ഈ പാഞ്ചാലി വളരെ പരിശുദ്ധമായ സ്വഭാവമുള്ള, സൽസ്വഭാവമുള്ള ഒരു വനിതയാണ് പാഞ്ചാലി എന്നാണ്. അപ്പോൾ അശ്വത്ഥാമാവിനോട് തൻ്റെ ബഹുമാനം നേരിട്ട് പ്രകടിപ്പിച്ചു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശുദ്ധമായിട്ടുള്ള ഭക്തിയാണ് ഈ ദ്രൗപദീ ദേവിക്കുള്ളത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അയ്യോ, അപ്പോൾ കൊലപാതകി നേരെ മുന്നിൽ, അയ്യോ എൻ്റെ ഫോണാണ് ഒന്നങ്ങോട്ട് വെച്ചാൽ വേഗം അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോൾ തൻ്റെ കുട്ടികളെ കൊന്നിട്ടുള്ള കൊലപാതകി മുന്നിൽ നിൽക്കുന്ന സമയത്ത് പോലും പാഞ്ചാലിക്ക്, ദ്രൗപദിക്ക് അദ്ദേഹത്തിനോടുള്ള ബഹുമാനത്തിനെ ഉപേക്ഷിക്കാൻ സാധിക്കണില്ല. അതാണ് പാഞ്ചാലിയുടെ സ്വഭാവശുദ്ധി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴും അതെ, നമ്മളുടെ ഹിന്ദു കുടുംബങ്ങളിൽ ഒക്കെ ഈ മറ്റുള്ള അവർക്ക്, പ്രത്യേകിച്ചും ബ്രാഹ്മണരുടെ അങ്ങനെയുള്ള ആ ഉയർന്ന തലത്തിലുള്ള അവരതൊക്കെ ഏത് വിധത്തിലുള്ള ആളുകളാണെങ്കിലും ശരി, അവർക്ക് ബഹുമാനം കൊടുക്കുക, അവരെ അംഗീകരിക്കുക എന്നുള്ളൊരു സ്വഭാവം സ്ത്രീകളുടെ ഇടയിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും എന്നാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് പറയുന്ന കാര്യങ്ങൾ അതിനെ അംഗീകരിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സ്ത്രീകൾക്ക് സാധിക്കും. അശ്വത്ഥാമാവ് തെറ്റ് ചെയ്തില്ല എന്നല്ല, പക്ഷേ പാഞ്ചാലിയുടെ സ്വഭാവശുദ്ധിയെ കാണിക്കുന്നത്. പാഞ്ചാലി അങ്ങനെ ഒരു പാവാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. കാരണം ദുശാസനൻ മുടി പിടിച്ച് വലിച്ചഴിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ദുശാസനൻ്റെ മരണവാർത്ത കേട്ടേ ഞാൻ തലമുടി കെട്ടുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് പാഞ്ചാലി. ഭീമസേനൻ ഞാൻ ദുശാസനെ കൊന്ന് രക്തം വരേണ്ട കൈകൊണ്ട് തലമുടി കെട്ടിവെക്കുമെന്നും പാഞ്ചാലിയുടെ തലമുടി കെട്ടുമെന്നും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഭീമസേനൻ. അപ്പോൾ ശാസനൻ്റെ മരണവാർത്ത കേൾക്കുന്നത് വരെ ആ തലമുടി അഴിഞ്ഞു കിടന്നു പാഞ്ചാലിയുടെ എന്നാണ്. അപ്പം അങ്ങനെ പാഞ്ചാലി ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രമാണ്, എന്നാൽ വളരെ മൃദുലമായ സ്വഭാവം പാഞ്ചാലിക്കുണ്ട്. രണ്ടുമുണ്ട് പാഞ്ചാലിക്ക് എന്നാണ്. അപ്പോൾ 43-ാമത്തെ ശ്ലോകം. ഉവാച ചാസഹന്യസ്യ ബന്ധനാനയനം സതി മുച്യതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. അപ്പോൾ ഉവാച ച അസഹന്തി അസ്യ ബന്ധന ആനയനം സതി മുച്യതാം ഏഷ ബ്രാഹ്മണ നിതരാം ഗുരു. ഈ അശ്വത്ഥാമാവിനെ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്നത്
പാഞ്ചാലിക്ക് സഹിക്കാൻ സാധിച്ചില്ല ഈ അവസ്ഥ എന്നാണ്. അദ്ദേഹത്തിനെ കെട്ടഴിച്ചു വിടൂ അദ്ദേഹം ബ്രാഹ്മണനാണ്. അദ്ദേഹം ബ്രാഹ്മണർ സ്വതവേ അവർ ഗുരുനാഥന്മാരെ ബ്രാഹ്മണരുടെ ഒന്നാമത്തെ ഡ്യൂട്ടി എന്താണ്? മറ്റുള്ളവർക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, ഗുരുനാഥനായിട്ടിരിക്കുക എന്നുള്ളത്, മറ്റുള്ളവരെ വിദ്യ പഠിപ്പിക്കുക എന്നുള്ളത് ബ്രാഹ്മണരുടെ ഡ്യൂട്ടിയാണത് എന്നാണ്. അപ്പോൾ ബ്രാഹ്മണനാണ് അദ്ദേഹം. നമ്മളുടെയൊക്കെ ഗുരുവായിട്ടുള്ള എല്ലാവരുടെയും ഗുരുവായിരിക്കേണ്ട ആളാണ്. അദ്ദേഹത്തിനെ വെറുതെ വിടൂ എന്ന് പറയാണ്. അശ്വത്ഥാമാവ് ദ്രൗപദിയുടെ മുമ്പിൽ കൊണ്ടുവന്ന സമയത്ത് ഈ സഹിക്കാൻ സാധിക്കാത്തത് പാഞ്ചാലിക്ക് തൻ്റെ കുട്ടികൾ മരിച്ച് ആ ദുഃഖത്തേക്കാൾ കൂടുതൽ തോന്നിയത് എന്താണ്? അശ്വത്ഥാമാവിനെ ഇങ്ങനെ കെട്ടിക്കൊണ്ടുവന്നതിൽ ആ ദുഃഖമാണ് പാഞ്ചാലിക്ക് തോന്നിയത് എന്നാണ്. അദ്ദേഹത്തിനെ ഈ ഒരവസ്ഥയിൽ അശ്വത്ഥാമാവിനെ കണ്ടതും പാഞ്ചാലിക്ക് അത് സഹിക്കാൻ സാധിച്ചില്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു. പാഞ്ചാലി ആ നിമിഷം തന്നെ അശ്വത്ഥാമാവിനെ മോചിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു എന്നാണ്. എങ്ങനെയാണ് അശ്വത്ഥാമാവിന് പിന്നീട് എന്ത് സംഭവിച്ചു, അതായത് അതിനെക്കുറിച്ചും ആചാര്യന്മാർ പറയാറുണ്ട്. അതായത് അശ്വത്ഥാമാവിൻ്റെ ഉത്തരയുടെ ഗർഭത്തിലേക്ക് ബ്രഹ്മാസ്ത്രത്തിനെ പ്രയോഗിച്ചല്ലോ അശ്വത്ഥാമാവ്. ആ സമയത്ത് എല്ലാവരും അശ്വത്ഥാമാവിനെ വെറുത്തു, എല്ലാവരും ഉപേക്ഷിച്ചു. അവസാനം ദ്രൗപദിയുടെ അടുത്ത് വന്നു അശ്വത്ഥാമാവെന്നാണ്. ദ്രൗപദി നമസ്കരിച്ചു ദ്രൗപദിയെ. എന്നിട്ട് ചോദിച്ചു, ഞാൻ എന്ത് വേണമെന്ന് ചോദിക്കുകയാണ്. ഒരു ഗതി അശ്വത്ഥാമാവിൻ്റെ ശിരസ്സിലുള്ള രത്നമൊക്കെ നഷ്ടപ്പെട്ടു പോയി. അശ്വത്ഥാമാവ് ഇങ്ങനെ പ്രേതം പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവസാനം ദ്രൗപദിയെ വന്ന് നമസ്കരിച്ചു. എന്ത് വേണമെന്ന് ചോദിക്കുന്നു. ഉടനെ ദ്രൗപദി പറഞ്ഞു, നേരെ വൃന്ദാവനത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറയണത്രേ. വൃന്ദാവനത്തിലേക്ക് പോയി അശ്വത്ഥാമാവ്. എന്നിട്ട് ബർസാനയിൽ രാധാറാണിയെ ഭജിച്ച് തൻ്റെ ആ ജീവിതകാലം കഴിച്ചു കൂട്ടിയ അശ്വത്ഥാമാവ് എന്നാണ്. അപ്പോൾ രാധാറാണിയിൽ നിന്നും രക്ഷ കിട്ടി അശ്വത്ഥാമാവിന്, പാഞ്ചാലിയിൽ നിന്നും രണ്ടുപേരിൽ നിന്നും രക്ഷ കിട്ടി അശ്വത്ഥാമാവിന് എന്നാണ്. ഇത്ര മഹാപാതകിയായിട്ടുള്ള ആൾക്ക്. പാഞ്ചാലി എന്തൊക്കെയാണ് കാരണം പറയുന്നത്? സരഹസ്യോധനുർവേദ സവിസർഗോപസംയമ അസ്ത്രഗ്രാമസ്യ ഭവതാ ശിക്ഷ്യതോ യദനുഗ്രഹാത്. സരഹസ്യഃ ധനുർവേദഃ സവിസർഗഃ ഉപസംയമഃ അസ്ത്രഗ്രാമഃ ച ഭവതാ ശിക്ഷ്യതഃ യദ് അനുഗ്രഹാൽ. യാതൊരു ദ്രോണാചാര്യൻ്റെ അനുഗ്രഹം കൊണ്ടാണോ വേദത്തിൻ്റെ, അതായത് യുദ്ധത്തിൻ്റെ രഹസ്യമായിട്ടുള്ള ഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. സവിസർഗ ഉപസംയമഃ, പ്രയോഗിക്കാനും അതിനെ ഉപസംഹരിക്കാനും നിങ്ങൾ പഠിച്ചത് എങ്ങനെയാണ്? ഗുരുവിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. അസ്ത്രഗ്രാമശ്ച ഭവത ശിക്ഷതോ യത് അനുഗ്രഹ, യാതൊരു ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ നിങ്ങൾ അസ്ത്രങ്ങൾ ഗൂഢമായ രഹസ്യങ്ങൾ പഠിച്ചത്, അതിനെ പ്രയോഗിക്കാനും തിരിച്ചെടുക്കാനുള്ള ആ വിദ്യകളെല്ലാം നിങ്ങൾ സ്വായത്തമാക്കിയത്. അങ്ങനെ ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം നിങ്ങൾക്ക് സാധിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഇവിടെ അശ്വത്ഥാമാവ് എന്നുള്ളതാണ്. ധനുർവേദം എന്നുള്ള ദ്രോണാചാര്യനാണ് പഠിപ്പിച്ചത്. പിന്നെ അതിൽ അനേകം ഗൂഢമായ രഹസ്യങ്ങളും അതിലുണ്ട് എന്നാണ്. അതായത് ഇത് ഉപയോഗിക്കാനും തിരിച്ചെടുക്കാനും, പിന്നെ ഇത് ശബ്ദവേദി ഭാണെന്ന് പറയും. അതായത് ശബ്ദം കേട്ടിട്ട്, അതായത് പ്രത്യേകിച്ച് കാണാൻ സാധിക്കാതെ, എവിടെയെങ്കിലും നമ്മൾ കാണാൻ സാധിക്കാതെ എന്ന് പറഞ്ഞാൽ രാത്രി സമയത്തൊക്കെ ഒന്നും കാണാൻ സാധിക്കില്ല. ആ സമയത്ത് ശബ്ദം കേട്ടിട്ട് ആ ഭാഗത്തേക്ക് ബാണം അയക്കാനായിട്ടുള്ളത്. 2 കൈകളെ കൊണ്ട് അസ്ത്രപ്രയോഗം ചെയ്യാനുള്ളത്. അർജുനന് പ്രത്യേക സിദ്ധികളാണ് ഇതൊക്കെ. അന്തർധാനം ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ളത്. ആ വിദ്യകൾ മുഴുവൻ അർജുനനെ പഠിപ്പിച്ചതാരാ? ദ്രോണാചാര്യനാണ്. ആ ദ്രോണാചാര്യൻ്റെ പുത്രനെയാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ബഹുമാനം കൊടുക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ദശമഹാരാജാവിൻ്റെ ഇതേപോലെ ശബ്ദഭേദി വേണം അല്ലേ? ശബ്ദം കേട്ടതിനനുസരിച്ച് അസ്ത്രം പ്രയോഗിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ദശരഥനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുനികുമാരൻ വെള്ളം ഇതിന്ന് നദിയിൽ നിന്ന് മുക്കണ സമയത്ത് ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളമെടുക്കുകയാണ് എന്ന് ധരിച്ചുകൊണ്ടാണ് ആ ബാണം തൊടുത്ത് വിട്ടത് ദശരഥൻ അല്ലേ? രാത്രി സമയത്ത് മുനികുമാരൻ്റെ ആ മഹർഷിയുടെ ശാപം ഉണ്ടായി, പുത്രനെ കാണാതെ മരിക്കട്ടെ എന്നുള്ളത്.
പിന്നെ പറയുന്നത് എന്താ? സയേഷ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർത്തതേ തസ്യാത്മനോർദ്ധം പത്ന്യാസ്തേ നാന്വഗാത് വീരസൂകൃപേ. സ ഏഷ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർത്തതേ തസ്യാത്മനോർദ്ധം പത്ന്യാസ്തേ നാന്വഗാത് വീരസൂകൃപേ. സഹ ഏഷ ഭഗവാൻ ദ്രോണഃ പ്രജാരൂപേണ വർത്തതേ തസ്യ ആത്മനഃ അർദ്ധം പത്ന്യാഃ തേ ന അന്വഗാത് വീരസൂഹു കൃപി. അതായത് ആ ദ്രോണാചാര്യൻ തന്നെയാണ് ഇവിടെ പ്രജാരൂപേണ വർത്തതേ. ദ്രോണാചാര്യൻ തന്നെയാണ് പുത്രൻ്റെ രൂപത്തിൽ ഇവിടെ നിൽക്കുന്നത്. ആത്മാവേ പുത്രവിൽപ്രന്നതി വേദാനുശാസനം എന്നുണ്ട്. സ്വന്തം ഒരു ആത്മാവ്, പുരുഷൻ്റെ ആത്മാവ് തന്നെയാണ് ഒരു പുത്രനായിട്ട് ഉണ്ടാവുന്നത്, പുത്രനായിട്ട് വരുന്നത് എന്നാണ്. അപ്പോൾ പുത്രനുണ്ടെങ്കിൽ അച്ഛൻ്റെ അതേ സംരക്ഷിക്കാനുള്ള അച്ഛൻ്റെ സംരക്ഷണം പുത്രനെ ഏറ്റെടുക്കുക ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ മരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. മറ്റേത് വിധവയായിക്കഴിഞ്ഞാൽ സതീധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളൊരു സമ്പ്രദായമുണ്ട് പണ്ട്. പക്ഷേ പുത്രനുണ്ടെങ്കിൽ, കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ സംരക്ഷണയിലാണ് അവർ മരിക്കാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ ഈ കൃപീദേവി മരിക്കാതിരിക്കാൻ കാരണം എന്താണ്? അശ്വത്ഥമാവ് ഉണ്ട്, അതുകൊണ്ടാണ് മരിക്കാതിരുന്നത്. അല്ലെങ്കിൽ ദ്രോണാചാര്യൻ മരിച്ചു എന്ന് കേട്ട സമയത്ത് തന്നെ മരിക്കേണ്ടതാണ്. അതാണ് തസ്യാത്മനോർദ്ധം പത്നിയാസ്തേ നാന്വഗാത് വീരസോ കൃപി. അതുകൊണ്ടാണ് ഈ കൃപീദേവി സതീധർമ്മം അനുഷ്ഠിച്ച് പോവാതിരിക്കാൻ കാരണം ഈ അശ്വത്ഥമാവനെ വിചാരിച്ചിട്ടാണ്. അശ്വത്ഥമാവ് ദ്രോണാചാര്യൻ്റെ പുത്രനാണ്. ദ്രോണാചാര്യന് കൊടുക്കുന്ന ബഹുമാനം അശ്വത്ഥമാവന് കൊടുക്കണമെന്നാണ് പാഞ്ചാലി പറയുന്നത്. 46-ാമത്തെ ശ്ലോകം. തദ്ധർമ്മജ്ഞ മഹാഭാഗ ഭവദ്ഭിർഗൗരവം കുലം വൃജനം നാർഹതി പ്രാപ്തം പൂജ്യം വന്ധ്യമഭീക്ഷ്ണച. തദ്ധർമ്മജ്ഞ മഹാഭാഗ ഭവദ്ഭിർഗൗരവം കുലം വൃജനം ന അർഹതി പ്രാപ്തും പൂജ്യം വന്ധ്യം അഭീക്ഷ്ണശഃ. അതായത് ധർമ്മജ്ഞൻ എന്നാണ്. എല്ലാ ധർമ്മങ്ങളും അറിയുന്ന ആളാണ് അർജുനൻ. അതേപോലെ യുധിഷ്ഠിരനും എല്ലാ ധർമ്മങ്ങളും അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഭവദ്ഭി, നിങ്ങൾ ഗൗരവം കുലം, ഗുരുവിൻ്റെ കുലത്തിനെ ഒരിക്കലും നശിപ്പിക്കരുത്. അവർക്ക് എന്തെങ്കിലും ഒരു ദുഃഖം വന്നു എന്നിട്ട് അശ്വത്ഥമാവ് മാത്രമേ ഉള്ളൂ ഇനി ദ്രോണാചാര്യൻ്റെ ഇതിൽ വരുന്നുള്ളൂ, അവകാശിയായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഗൗരവം കുലം, അപ്പോൾ ഗുരുവിൻ്റെ ആ കുലത്തിന് അവർക്ക് ദുഃഖം വരുത്തരുത്. വൃജിനം ന അർഹതി പ്രാപ്തും പൂജ്യം വന്ധ്യം അഭീക്ഷ്ണശ. അവർക്കൊരിക്കലും ദുഃഖം വരുത്തരുത്. അവരെപ്പോഴും ആരെ പൂജിക്കേണ്ടതാണ്, അംഗീകരിക്കേണ്ടതാണ്, അവരെ വന്ദിക്കേണ്ടതാണ് എല്ലാ സമയത്തും എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾക്കും ബാധകമാണ്. ഇതൊക്കെ പാഞ്ചാലി പറഞ്ഞ കാര്യങ്ങൾ, ദ്രൗപദി പറഞ്ഞ കാര്യം നമ്മൾക്കും ബാധകമാണ്. അതായത് നമ്മളുടെ ഗുരുനാഥന്മാരുടെ അവരെ ആളുകളെ നമ്മൾ ഒരിക്കലും അപമാനിക്കരുത്, അവരെ ഒരിക്കലും ധിക്കരിക്കരുത്, അവഗണിക്കരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ എപ്പോഴും അവർ, കാരണം നമ്മളെ ഭഗവാനായിട്ട് ബന്ധിപ്പിച്ചത് ആ ഗുരുവാണ്. ഭഗവാനെക്കുറിച്ച് നമ്മൾക്ക് അറിയാത്ത ശരിക്കും ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കും പോലെ എന്നാണ് പറയുന്നത്. ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചാൽ ആ അമ്മ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും അല്ലേ? അതേപോലെ ഒരറിവുമില്ലാത്ത ഒരാളെ സ്വന്തമായി ഏറ്റെടുത്തിട്ട് അവർക്ക് ഭഗവാനെക്കുറിച്ച് അറിവ് പകർന്നു കൊടുത്ത് പൂർണ്ണ വളർച്ചയുള്ള കുഞ്ഞിനെ ഒരമ്മ പ്രസവിക്കുമ്പോൾ ആ അമ്മയ്ക്ക് എത്ര കണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്. അതേപോലെയാണ് ഒരു ഗുരുവിന് ആ ഒരു ശിഷ്യനെ വാർത്തെടുക്കാൻ. പണ്ടത്തെ ഗുരുനാഥന്മാരങ്ങനെയാണെന്നാണ് പറയുന്നത്. അത്രയും പ്രയാസമുണ്ട് അവനവന് ഉള്ള ജ്ഞാനം ശിഷ്യന് പകർന്നു കൊടുത്തവരെ ഉയർത്താനായിട്ട്. അപ്പോൾ ഏറ്റവും വലിയ ദോഷം എന്താ? ഗുരുനിന്ദ എന്നുള്ളത്. ഏറ്റവും വലിയ ദോഷം ഗുരുനിന്ദയാണ്, ഗുരുവിനെ നിന്ദിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ നാട്ടിലൊന്നും ഗുരുവിൻ്റെ ഒരു പ്രാധാന്യമൊന്നും മിക്കവാറും ആളുകൾക്ക് അറിയില്ല. മറ്റേത് അങ്ങനെയല്ല. വാസ്തവത്തിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി നോക്കണം,
അപ്പോഴാണ് നമുക്ക് ആ ഗുരുവിനോടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള അവരോടുള്ള അംഗീകാരമൊക്കെ കാണാൻ സാധിക്കുക. ഇവിടെ പറയുന്നത് എന്താ, ഗുരുവിൻ്റെ ഗൃഹത്തിൽ ഉള്ളവർക്ക്, വംശത്തിലുള്ളവർക്ക് എന്തെങ്കിലും ദുരിതം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുത്തിക്കഴിഞ്ഞാൽ ഈശ്വരൻ പോലെ നമ്മളോട് ക്ഷമിക്കില്ല എന്നാണ് പാഞ്ചാലി പറയുന്നത്. നാൽപ്പത്തിയേഴാമത്തെ ശ്ലോകം. മാരോധീരസ്യ ജനനേ ഗൗതമീ പതിദേവതാ യഥാഹം മൃതവത്സാർത്താരോദ്യമശ്രുമുഖീ മുഹോ മാരോധീഹി അസ്യ ജനനേ ഗൗതമീ പതിദേവതാ യഥാ അഹം മൃതവത്സാ ആർത്ത രോദിമി അല്ലേ, അതെ, ആർത്ത രോദിമി അശ്രുമുഖി മുഹു. ഈ കുട്ടികൾ മരിച്ച് ഞാൻ വല്ലാതെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഒരമ്മയ്ക്കും അങ്ങനെ അനുഭവം വരരുത്. പാഞ്ചാലി ഏതാ പറയണത്? ഞാൻ ദുഃഖിക്കുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ ഈ അശ്വത്ഥാമാവൻ്റെ അമ്മ ദുഃഖിക്കരുത്. ഇദ്ദേഹത്തിനെ കൊന്നു കഴിഞ്ഞാൽ, ഉപദ്രവിച്ചാൽ അമ്മ ദുഃഖിക്കും. അപ്പോൾ ഈ കുട്ടികൾ മരിച്ചാൽ എന്താ ദുഃഖം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ ഒരമ്മയ്ക്കും അനുഭവങ്ങൾ ഉണ്ടാവരുത്. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് മകനെ തിരിച്ചു കൊടുക്കണം. നിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിനെ കൊല്ലരുത് എന്നാണ് പാഞ്ചാലി ഇവിടെ പറയുന്നത്. മാ രോധീഹി അസ്യ ജനനേ ഗൗതമി പതിദേവത യഥാ അഹം മൃതവത്സ ആർത്ത രോദിമി അശ്രുമുഖി മുഹു. ദ്രൗപദി ഒരിക്കലും ദ്രോണാചാര്യൻ്റെ ആ പത്നിയായിട്ടുള്ള കൃപീദേവി ദുഃഖിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെട്ടില്ല. കുട്ടികളില്ലാത്തൊരവസ്ഥ അമ്മയ്ക്ക് വരുന്നത് കാണാൻ ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. ഇപ്പോൾ എന്താണ്, ഒരു അമ്മയുടെ മാതൃസഹജമായിട്ടുള്ളൊരു വാത്സല്യം ദ്രൗപദിക്ക് തോന്നി എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 48ാമത്തെ ശ്ലോകം. യൈ കോപിതം ബ്രഹ്മകുലം രാജന്നൈരജിതാത്മഭി തത്കുലം പ്രദഹത്യാശോ സാനബന്ധം ശുചാർപ്പിതം. യൈഹി കോപിതം ബ്രഹ്മകുലം രാജന്യൈ അജിത ആത്മഭി തൽകുലം പ്രദഹതി ആശു സാ അനുബന്ധം ശുചാർപ്പിതം. അപ്പോൾ ബ്രാഹ്മണകുലം, അതായത് ബ്രാഹ്മണർ അവരെ ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ രാജന്യൈഹി, അതായത് അജിതാത്മഭി, വേണ്ട വിധത്തിൽ നിയന്ത്രണമില്ലാത്ത രാജാക്കന്മാർ, അതായത് ഭരണാധികാരികൾ ബ്രാഹ്മണരോട് ബഹുമാനമില്ലാതെ അവരെ ദുഃഖിപ്പിക്കുന്ന വിധത്തിൽ, വിഷമിപ്പിക്കുന്ന വിധത്തിൽ, അവരുടെ മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന വിധത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ ആ കുലം മുഴുവൻ നശിക്കും എന്നാണ്. തൽക്കുലം പ്രദഹത്ത് സാനുബന്ധം ശുചാർപ്പിതം. അവർക്ക് ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ അങ്ങനെ ദുഃഖം ഉണ്ടാക്കിയിട്ടുള്ളവരുടെ ആ വംശം മുഴുവൻ നശിച്ച് അവർ ദുഃഖിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഈ പാണ്ഡവന്മാരുടെ കുടുംബത്തിന് ഹസ്തനപുരത്തിൽ വന്നു ചേരരുത്. അതുകൊണ്ട് ഇനിയും ഒരിക്കലും അവരെ ആ അശ്വത്ഥാമാവനെ ശിക്ഷിക്കരുത്, വെറുതെ വിടണമെന്നാണ് പാഞ്ചാലി അഭിപ്രായപ്പെടുന്നത് എന്നാണ്. 49ാമത്തെ ശ്ലോകം. സമയമോ? 41ാമത്തെ ശ്ലോകം. സൂത ഉവാച ധർമ്മം ന്യായം സകരുണം നിർവലീകം സമം മഹത് രാജാ ധർമ്മസ്വതോരാജ്ഞ പ്രത്യനന്ദധ്വജോ ദ്വിജാഃ. ധർമ്മ്യം പറഞ്ഞത് എങ്ങനെയാണ്? ധാർമ്മികമായിട്ടുള്ള വാക്കാണ്. ന്യായമായിട്ടുള്ള വാക്കുകളാണ്. സകരുണം കരുണയോടുകൂടി പറഞ്ഞ വാക്കുകളാണ്. നിർവ്യളീകം അതായത് ഇതില്ലാതെ കപടതയില്ലാതെ പറഞ്ഞിട്ടുള്ളതാണ്. മഹത്തായിട്ടുള്ള വാക്കുകളാണ് പറഞ്ഞത്. രാജ ധർമ്മസുതഃ രാജ്ഞിയഃ പ്രത്യനന്ദത് വചഃ ദ്വിജാഃ. സൂത ഗോസ്വാമി പറയുന്നു, ഇങ്ങനെയുള്ള ധാർമ്മികമായിട്ടുള്ള ന്യായമായിട്ടുള്ള കരുണയോട് കൂടിയിട്ടുള്ള അസത്യത്തിൻ്റെ കലർപ്പില്ലാത്ത ആ വാക്കുകൾ, സമഭാവനയോട് കൂടിയിട്ടുള്ള മഹത്തായിട്ടുള്ള വാക്കുകൾ കേട്ട സമയത്ത് ധർമ്മപുത്ര മഹാരാജാവ്, അതായത് യുധിഷ്ഠിര മഹാരാജാവ് അതിന് മറുപടി പറയുന്നു എന്നതാണ്.
ഇവിടെ യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞാൽ ധർമ്മരാജാവിൻ്റെ പുത്രനാണ്. അതുകൊണ്ട് തന്നെ പാഞ്ചാലിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ യുധിഷ്ഠിരന് സന്തോഷമായി. കാരണം യുധിഷ്ഠിരൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളാണ് പാഞ്ചാലി പറഞ്ഞത്. അതുകൊണ്ട് വളരെ സന്തോഷമായി എന്നാണ്. അപ്പോൾ അവിടെ ഈ ധർമ്മപുത്രൻ്റെയും അഭിപ്രായം എന്താണ്? ഈ അശ്വത്ഥാമ അവന് ബഹുമാനം കൊടുക്കണം, അദ്ദേഹത്തിന് വെറുതെ വിടണം എന്നാണ് അഭിപ്രായം. അപ്പോൾ അതോടുകൂടി ആ സദസ്സിലുള്ള മിക്കവാറും ആളുകൾക്ക് ഇത് തന്നെ പാഞ്ചാലി പറഞ്ഞ കാര്യങ്ങൾ സമ്മതമായിട്ട് മാറി എന്നാണ് പറയുന്നത്. സമ്മതമില്ലാത്ത ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ആളുടെ വാക്കിന് നമ്മൾക്ക് കേൾക്കാം. അനുകൂലിച്ച ഒരുപാട് ആളുകൾ ആരൊക്കെയാണ്? നകുല സഹദേവശ്ചായുധാനോ ധനഞ്ജയ ഭഗവാൻ ദേവകീപുത്രോ യേ ചാന്യേയാശ്ചയോഷിതാം. അവിടെ നകുലൻ, സഹദേവൻ, യുധാനൻ, ധനഞ്ജയൻ, പിന്നെ ഭഗവാൻ ദേവകീപുത്രോ യേ ചാന്യേയാശ്ചയോഷിത എല്ലാവരും ഈ വാക്കുകളെ പാഞ്ചാലിയുടെയും യുധിഷ്ഠിരൻ്റെയും വാക്കുകളെ അംഗീകരിച്ചു എന്നാണ്. അപ്പോൾ അങ്ങനെ ആ അംഗീകാരത്തിൻ്റെ ആ വാക്ക് എല്ലാവരും അംഗീകരിച്ചു. അപ്പോൾ എന്താ, അശ്വത്ഥാമാവ് വെറുതെ വിടണം എന്ന് എല്ലാവർക്കും ഒരേ ഒരു അഭിപ്രായം മാത്രമാണുള്ളത് എന്നാണ്. എന്നാൽ ഇവിടെ അത് ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ടായിരുന്നു. ആളുടെ പേരാണ് ഭീമസേനൻ എന്നാണ് പറയുന്നത്. തസ്യാഹാമർഷ്യതോ ഭീമസ്തസ്യ ശ്രേയാൻ വധസ്മൃത ന ഭർത്തുർനാത്മനശ്ചാർത്ഥേ യോഹൻ സുപ്താൻ ശിശുവൻ വൃഥ. തത്ര ആഹ അമർഷിതഃ ഭീമഃ തസ്യ ശ്രേയാൻ വധഃ സ്മൃതഃ ന ഭർത്തുഃ ന ആത്മനഃ ച അർത്ഥേ യഃ അഹൻ സുപ്താൻ ശിശുവൻ വൃഥ. ഇവിടെ ഭീമസേനന് ഈ വാക്കുകൾ അംഗീകരിക്കാനേ സാധിച്ചില്ല. ഭീമസേനൻ അതിഭയങ്കരമായ ദേഷ്യത്തോട് കൂടിയിട്ട് പറയുകയാണ്, ഈ അപരാധിയെ, അതോ മഹാപരാധിയാണ്, കൊലപാതകിയാണ്, ഇദ്ദേഹത്തിനെ കൊല്ലുക നല്ലത്, കൊല്ലണം എന്ന് പറയുകയാണ്. കാരണം എന്താണ്? വളരെ ദേഷ്യത്തോടു കൂടി പറയുകയാണ്, ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ അനാവശ്യമായിട്ട് കൊന്നു. അശ്വത്ഥാമാവിന് ലാഭമുണ്ടോ കുട്ടികളെ കൊന്നിട്ട്? ഇല്ല. ദുര്യോധനെ സന്തോഷമായോ? ദുര്യോധനെ പോലും മൂക്കത്ത് വിരൽ വെച്ചോ, കഷ്ടമായി, ചെയ്യേണ്ടില്ലായിരുന്നു എന്ന് ദുര്യോധനും പറഞ്ഞു. അപ്പോൾ എന്നാൽ ഭർത്തൃനാത്മനശ്ചാർത്ഥയെ ദുര്യോധനനോ സ്വാമിയായുള്ള ദുര്യോധനന് ഇഷ്ടമായില്ല. പിന്നെ ഇദ്ദേഹത്തിനൊരു ലാഭമില്ല, അശ്വത്ഥാമാവിന് യാതൊരു ലാഭമില്ല കുട്ടികളെ കൊന്നിട്ട്. ആർക്കും ഒരു ഉപകാരമില്ലാത്ത ഒരു ക്രൂരകർമ്മം അദ്ദേഹം ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തെ ജീവിക്കുന്നതിലും ഭേദം എന്താ, അദ്ദേഹത്തിനെ മരിക്കുകയാണ് വേണ്ടത്. അദ്ദേഹത്തിനെ ഞാൻ കൊല്ലും എന്നാണ് ഭീമസേനൻ പറയുന്നത്. അപ്പോൾ ഭീമൻ്റെ വാക്ക് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും ഭാഗം മാറി അവിടെ. എല്ലാവരും ഇപ്പോൾ പറഞ്ഞത് യുധിഷ്ഠിരനും പാഞ്ചാലിയും മാത്രം ഒരു ഭാഗം, മറ്റെല്ലാവരും ഭീമസേനൻ്റെ ഭാഗത്തേക്ക് മാറി. ഭീമസേനൻ്റെ വാക്കുകളാണ് ശരി എന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും ഭാഗങ്ങൾ നമ്മൾക്ക് പറയാൻ, ചിന്തിക്കാൻ സാധിച്ചത്. അത് വളരെയധികം ഗുരുവായൂരപ്പനോട് നന്ദി പറയുന്നു. കാരണം വാക്കുകൾ വേണ്ട വിധത്തിൽ പറയാൻ സാധിക്കുക, അതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം വേണമെങ്കിൽ ആദ്യം ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. ഗുരുവരനുഗ്രഹണേവാ പുമാൻ പൂർണ്ണ പ്രശാന്തഹേ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒന്ന് സ്വന്തം വാക്കുകളല്ല പറഞ്ഞത്, ഇങ്ങനെ പറയാനുള്ളൊരു ധൈര്യം തന്നത് ഗുരുനാഥൻ തട്ടയൂരുണ്ണി നമ്പൂതിരിപ്പാട്, വേദവ്യാസപ്രിയ മഹാരാജ്, ചൈതന്യ മഹാപ്രഭുവിൻ്റെ പരമ്പരയിൽ വന്നിട്ടുള്ള ആ ഗുരുനാഥന്മാർ, ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദർ, ഇവരുടെയൊക്കെ ഭക്തശിരോമണി വാഴവന്നും ഇവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും കേട്ടിട്ട് നല്ലതാണ് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ വിധത്തിലുള്ള അതിനുടമസ്ഥാവകാശങ്ങളും ഗുരുവായൂരപ്പനും പിന്നെ വൃന്ദാവനത്തിലെ കൃഷ്ണനും ആ ഗുരുനാഥന്മാരുടെയും പാദത്തിൽ സമർപ്പിക്കുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണ ഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.